ഹലോ ഗായ്സ്, അപ്പം ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം എനിക്കെൻ്റെ റൂമിൽ നിന്ന് ഇട്ട ഫ്രണ്ട്സും ഞാനുമായിട്ടുള്ള ഫസ്റ്റ് ഒന്നിച്ചുള്ള വീക്കെൻഡാണ്. അപ്പം ഞങ്ങളൊന്ന് ഫോട്ടോ കൊച്ചിയിൽ കറങ്ങാമെന്ന് കരുതി. എവിടെയോ എങ്ങോട്ടാന്ന് വഴി അറിയാത്ത എന്നെ ഇവർ ആദ്യം കൊണ്ടുവന്നിറങ്ങിയ ഈ ഒരു ഷോപ്പിലായിരുന്നു. ശരിക്കും സ്വർഗ്ഗത്തിലെത്തിയൊരു ഫീലിംഗ്. ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ദാണ്ട അവിടെ ഒരു സാധനം ഇരിക്കുന്നു. നമ്മൾ റീലിൽ എപ്പോഴും കണ്ട് ട്രെൻഡായ ഐറ്റം ടീ തൈലം. അപ്പോൾ അതിൻ്റെയും വീഡിയോയും വിലയൊക്കെ നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് മെട്രോ പിടിക്കാനായിരുന്നു. അപ്പോൾ വൈറ്റില മെട്രോയിൽ താഴെയാണ് ആ ഒരു സ്വർഗ്ഗം ഉള്ളത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പണ്ട് അവരുടെ റൂമിലുണ്ടായിരുന്ന ആൾക്കാർ ഇവരെ കാണാനായിട്ട് കൊച്ചിയിൽ വന്നതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു മെട്രോൻ്റെ ഫെയർ. ഞാൻ അതൊക്കെ വെറുതെ എന്തിനും എടുത്ത് കാണിക്കുകയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ വന്ന് മെട്രോയിലൊക്കെ കയറുന്നത്. അപ്പോൾ എനിക്ക് ഇവരെല്ലാം പഠിപ്പിച്ച് തരുമോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതുപോലെ തന്നെ ഞാൻ നല്ല എക്സൈറ്റഡും ആയിരുന്നു. എൻ്റെ ഈ അമിത എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ഇവരെന്നെ മഹാരാജാസിൽ ഇറക്കാം, അവിടെ നിന്ന് ബോട്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാണ് നമ്മളിവിടുന്ന് മെട്രോ കയറിയേ. നീ എൻ്റെ ബ്ലോഗിനകത്തോണ്ട് അങ്ങനെ മെട്രോ ഒക്കെ വന്നു. ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറി. അങ്ങനെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത് അവരുടെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ മഹാരാജാസിൽ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും സുഭാഷ് പാർക്ക് കഴിഞ്ഞപ്പോൾ നല്ല മഴ. പിന്നെ ഞങ്ങൾ ബോട്ട് കയറാനായിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഞാൻ ചെങ്കാറിലൊക്കെ പോയിട്ടുണ്ട്, ആ കഥയൊക്കെ ഇവരോട് പറയുവാണ്. ആകെപ്പാട് 6 രൂപയേ ഉള്ളൂ ബോട്ടിന്. അതെനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗായി തോന്നി. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്ന ഫോട്ടോ വെച്ചിരിക്കുകയാണ്. അതിന് മുന്നേ വില്ലിംഗ്ടൺ ഉണ്ട്, പക്ഷെ ഞങ്ങളവിടെ ഇറങ്ങില്ല. അപ്പോൾ അയാൾക്ക് നോക്കണ്ട. ഇയാൾ കുറച്ച് നേരമായി നമ്മളെ നോക്കുന്നു. ഗായ്സ് വീഡിയോക്കകത്ത് പറഞ്ഞതാണ്, നമ്മൾ കുറച്ച് നേരമായിട്ട് താങ്ക് യു ചേട്ടാ. എന്തായാലും നോക്കി ആ ചേട്ടനെ ഞാൻ എൻ്റെ വീഡിയോയിലെടുത്തു. അങ്ങനെ നല്ല എക്സൈറ്റ്മെൻറ്റ് ചെയ്ത ബോട്ടിലൊക്കെ ഇരുന്ന് പോകുന്നത്. സുഭാഷ് പാർക്ക് അത് അപ്പുറത്ത്. കുറച്ചും കൂടെ ഇതല്ലേ മോഡേൺ. അങ്ങനെ ഫ്രീ ആയിട്ട് ഗൈഡിനെയൊക്കെ കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്കെല്ലാം ഇവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു, ഏതാ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ട്. ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അതിനകത്തിരുന്നൊന്ന് പെട്ടെന്ന് ഇറങ്ങിയാൽ മതി എന്ന് തോന്നി. കാരണം ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കണ്ടെയ്നേഴ്സൊക്കെ വെച്ചേക്കുന്നതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണാമായിരുന്നു. അവിടെ നിന്ന് പിന്നെ കൊച്ചിയിലെത്തി. നമ്മൾ അവിടെ ഇറങ്ങി. ശരിക്കും ഞാൻ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു, ഞാൻ എപ്പോഴെങ്കിലും കൊച്ചിയിലെത്തുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ എത്തുകയും ചെയ്തു. ഇത് നല്ല കൊമ്പുള്ള ഒരു ആട്ടുമ്പ ഉണ്ടായിരുന്നു. വന്നിറങ്ങി വഴി തെറ്റിച്ചു പിന്നെ ശരിയാക്കി പോകുന്നുണ്ട്. ശരിക്കും മട്ടാഞ്ചേരിക്ക് പോകാനുള്ള നമ്മളായിരുന്നു. പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോൾ അടുത്തൊരു ഷോപ്പ് ഉണ്ട്. അതൊരു ഹാൻഡ് മെയ്ഡ് ഷോപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഇവിടെയാണ് പ്രേമം ഷൂട്ട് ചെയ്തതെന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു എനിക്ക്. ഈ ഷോപ്പിൽ ഇങ്ങനെ എസ്തെറ്റിക് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ ഈ ഹാൻഡ് മെയ്ഡ് ഐറ്റംസിന് എന്തായാലും കാശ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര ഓവർ എക്സ്പെൻസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് എസ്തെറ്റിക് ഐറ്റംസാണ്. പിന്നെ ഇങ്ങനെ ജേർണലിങ്ങിന് പറ്റിയ കുറച്ച് ബുക്സ്, നോട്ട് പാഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടാണ്. ഇതൊക്കെ നേരിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. വെറൈറ്റി ഡയറി അതൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇവിടെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഇത് അറിയാണ്ട് ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ കയറി ഫോട്ടോ വീഡിയോ എടുത്തു. പിന്നെ ഈ ഷോപ്പിൽ ഇങ്ങനെ ജേർണൽസ് അല്ലെങ്കിൽ ക്ലേ പോട്ടറീസ് അല്ലെങ്കിൽ അക്സസറീസ് മാത്രമല്ല, ഡ്രസ്സുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടോയ്സ്, മീൻസ് സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഡ്രസ്സെല്ലാം നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. നല്ല തുണിയും നല്ല ക്വാളിറ്റിയുമാണ് ഇതിനുള്ളത്. എല്ലാ തുണിയും ഒരു 10K സ്റ്റാർട്ടിങ്. നമ്മൾ ആദ്യം കിട്ടും, പക്ഷെ ശരിക്കും നല്ല തുണിയാടാ. നല്ല സാധനങ്ങൾക്ക് വില കൂടും എന്ന് പറയുന്ന വെറുതെയല്ല. കാരണം ഇതിൻ്റെയൊക്കെ പ്രിൻറ്റും കളറും അതുപോലെ തന്നെ ക്വാളിറ്റിയും സ്റ്റിച്ചിങ് ക്വാളിറ്റിയും ഒക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല വെറൈറ്റി കളക്ഷൻസാണ്. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഓരോ സ്റ്റൈൽസാണ് ഈ ഡ്രസ്സിലൊക്കെ. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇത് നമ്മുടെ മലയാളം എഴുതിയ ഡ്രസ്സ്. ഞാൻ അത് വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ആക്സസറീസിൻ്റെ അവിടെ വരുമ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം നല്ല കാശുണ്ട്. പക്ഷേ ഐറ്റംസൊക്കെ നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും. നമുക്ക് ഇത് കൊള്ളില്ല അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ മട്ടാഞ്ചേരിക്ക് എത്തി. മട്ടാഞ്ചേരിയിൽ നമ്മൾ ജ്യൂസ് സ്ട്രീറ്റ് കാണാനാണ് മെയിനായിട്ട് വന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം നല്ലോണം സമയമായി, നമുക്ക് വിശക്കുന്നുമുണ്ട്. പക്ഷെ നമുക്ക് ഈ ജ്യൂസ് സ്ട്രീറ്റ് കാണണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം എല്ലാം സിനഗോഗൊക്കെ കണ്ടു. അങ്ങനെ എല്ലാം കണ്ടിങ്ങനെ നടക്കുന്നതാണിത്. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു പോയി പണ്ടാരിസിൽ ഒരു ബീഫ് ബിരിയാണി കഴിച്ചു. ചിക്കൻ തീർന്നു പോയി. ശരിക്കും ഇത് കഴിച്ചപ്പോഴാണ് മനസ്സിനും ബോഡിക്കും സമാധാനമായത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെയും നേരെ ഫോട്ടോ കൊച്ചിയിൽ വന്നു. ഇവിടെ ഇത് നമ്മുടെ ബില്ലാലിക്കയുടെ വീടായിരുന്നു.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കടലിലൊക്കെ വന്നു. അവിടെ നിന്ന് കുറേ നേരം തിരയിലൊക്കെ കളിച്ചിട്ടാണ് തിരിച്ച് പോയത്. ഇത് ശരിക്കും ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലാത്തതാണ്, പക്ഷേ കടൽ കണ്ട ആരും ഇറങ്ങാത്തതല്ലേ. ഇവിടെ വന്ന് ഇത്ര തിരക്കും ബഹളവും ആളും ചൂടും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും കുറച്ച് സമാധാനം ഉണ്ടാവും. എനിക്കെപ്പോഴും കടൽ ഭയങ്കര സൂത്തിങ് ആയിട്ട് തോന്നാറുണ്ട്. അതെന്ത് മാജിക്കാണെന്നറിയില്ല, പക്ഷേ എപ്പോഴും അതങ്ങനെയാണ്. ഞാൻ ശരിക്കും ഇതെൻ്റെ ആദ്യത്തെ ടൈം അല്ല. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അന്നത്തെക്കാട്ടിൽ കൂടുതൽ ഷോപ്പും തിരക്കും ഒക്കെ ഇവിടെ കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ വീക്കെൻഡ് ഇവിടെ കഴിഞ്ഞു. നാളെ പിന്നെയും പണിക്ക് പോകണം.